Good morning, students. Plus one statistics online class like എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. We are discussing the second chapter of statistics, collection of data. കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റിനെയറിൽ അഥവാ ചോദ്യാവലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും. ഈ രണ്ട് ചോദ്യങ്ങളുടെ പ്രത്യേകതയും അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. Now, in this session, we are going to discuss about the different ways of collecting data or mode of data collection. ദത്തങ്ങളെ നമുക്ക് എങ്ങനെയെല്ലാം ശേഖരിക്കാം, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും there are three ways of collecting data. ഡാറ്റ കളക്ഷൻ മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം. വേസ് ഓഫ് ഡാറ്റ കളക്ഷൻ ഏതൊക്കെയാണ് ആ മൂന്ന് രീതികൾ? ഒന്നാമത്തത് ത്രൂ പേഴ്സണൽ ഇൻ്റർവ്യൂ, വ്യക്തിഗതമായ അഭിമുഖം നടത്തി നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. അതാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ. ദെൻ സെക്കൻഡ് വൺ ഈസ് മെയിലിംഗ് ക്വസ്റ്റിനെയർ. തപാൽ മുഖേന ചോദ്യാവലി അയച്ചു കൊടുത്ത് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം വ്യക്തികളിൽ നിന്ന്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിലിംഗ് ക്വസ്റ്റിനെയർ. ദി തേർഡ് കേസ് ഈസ് ടെലിഫോൺ ഇൻ്റർവ്യൂ. ടെലിഫോൺ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ടെലിഫോണിലൂടെ വ്യക്തികളുമായി ആശയവിനിമയം നടത്തി അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. ഈ മൂന്ന് രീതികളുമാണ് പ്രധാനമായും ഡാറ്റ കളക്ഷന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്ഷ്യൻ ഉപയോഗിക്കുന്നത്. പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റിനെയർ ആൻഡ് ടെലിഫോൺ ഇൻ്റർവ്യൂ. ഈ ഓരോ വ്യത്യസ്ത രീതികളെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതിൻ്റെ സവിശേഷതകൾ എന്താണ്, ഓരോന്നിൻ്റെയും മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണോ എല്ലാമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിനെ കുറിച്ച് മനസ്സിലാക്കാം. സോ വാട്ട് ഡു യു മീൻ ബൈ ദിസ് പേഴ്സണൽ ഇൻ്റർവ്യൂ? എന്താണ് വ്യക്തിഗത അഭിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാറ്റിസ്റ്റീഷ്യൻ അഥവാ അന്വേഷകൻ വിവരദാതാവുമായി നേരിട്ട് അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്ന മെത്തേഡിനെയാണ്, സമ്പ്രദായത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യക്തിഗത അഭിമുഖം അഥവാ പേഴ്സണൽ ഇൻ്റർവ്യൂ. In this method, the researcher conducts face-to-face interview. The researcher conducts face-to-face interview with the respondents and collects information. നേരിട്ട് അഭിമുഖം നടത്തിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുക. ഇപ്പോൾ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ റിസർച്ചറിന് അഥവാ സ്റ്റാറ്റിസ്റ്റീഷ്യന് എന്ത് ചെയ്യണം? എല്ലാ വ്യക്തികളെയും നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. This method is adopted only when the researcher has the access to all the members. എല്ലാ വ്യക്തികളെയും നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ, ഒരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ ചെയ്യുന്നത് എന്തായിരിക്കും? അന്വേഷകൻ നേരിട്ട് അഭിമുഖം നടത്തി ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു. പലപ്പോഴും നമ്മൾ പല ഇൻ്റർവ്യൂകളും ഇങ്ങനെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ടെലിവിഷനിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, വിവരദാതാവ് ഉത്തരങ്ങൾ കൊടുക്കുന്നു. അത് ഒരു ഡാറ്റ ശേഖരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ മെത്തേഡിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ദിസ് പേഴ്സണൽ ഇൻ്റർവ്യൂ? എന്താണ് പേഴ്സണൽ ഇൻ്റർവ്യൂയുടെ ഗുണങ്ങൾ? പ്രധാനമായിട്ടും പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് റിസർച്ചറും അതുപോലെ തന്നെ വിവരദാതാവും തമ്മിൽ ഒരു വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും.
Personal contact is made between the interviewer and the respondents. ഒന്നാമത്തെ മെറിറ്റ് ആയിട്ട് പറയുന്നത് പേഴ്സണൽ കോണ്ടാക്ട് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ റെസ്പോണ്ടൻസ് ആൻഡ് the interviewer. This is the most important benefit of the personal interview. Second merit, the interviewer can answer all the queries of the respondents. ഈ റെസ്പോണ്ടൻസിന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാൻ ഇന്റർവ്യൂവറിന് സാധിക്കും. സെക്കൻഡ് വൺ ഈസ് ദ ഇന്റർവ്യൂവർ can answer any query of the respondent. റെസ്പോണ്ടന്റ് ഏത് സംശയവും ദൂരീകരിക്കാൻ ഇന്റർവ്യൂവിന് റിസർച്ചറിന് സാധിക്കും. കാരണം നേരിട്ട് അഭിമുഖം നടത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന സംശയങ്ങൾ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ ഗുണമായിട്ട് പറയുന്നത് ചില ഘട്ടങ്ങളിൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് വിശദമായ ഉത്തരം ലഭിക്കേണ്ട ആവശ്യകത വരും. അത്തരം സമയത്ത് പേഴ്സണൽ ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂവർക്ക് റെസ്പോണ്ടന്റിനോട് ചില ചോദ്യങ്ങൾ വിശദമായിട്ട് ഉത്തരം നൽകാൻ ആവശ്യപ്പെടാം. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്, ഒരു ഗുണമായിട്ട് നമുക്കതിനെ പറയാം. ദ interviewer can ask the respondents to expand on answers that are particularly important. വിശദമായ ഉത്തരം നൽകാൻ ഇന്റർവ്യൂവർക്ക് ആവശ്യപ്പെടാം വിവരദാതാവിനോട്. പേഴ്സണൽ ഇന്റർവ്യൂവിൽ മാത്രം കഴിയാവുന്ന, നേരിട്ട് അഭിമുഖം നടത്തുമ്പോൾ മാത്രം സാധ്യമാവുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതാണ് തേർഡ് മെറിറ്റ്. ദ ഇന്റർവ്യൂവർ ക്യാൻ ആസ്ക് ദ റെസ്പോണ്ടൻസ് ടു എക്സ്പാൻഡ് ഓൺ ആൻസേഴ്സ് ദാറ്റ് ആർ പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നാലാമത്തെ ഒരു ബെനിഫിറ്റായിട്ട്, ഒരു മെറിറ്റായിട്ട് നമുക്ക് പറയാവുന്നത് മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് ക്യാൻ ബി അവോയ്ഡഡ്. തെറ്റായ ധാരണകളും തെറ്റായ വ്യാഖ്യാനങ്ങളും നമുക്ക് ഈ ഒരു പേഴ്സണൽ ഇന്റർവ്യൂവിൽ ഒഴിവാക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് ആൻഡ് misrepresentations can be avoided. തെറ്റായ വ്യാഖ്യാനങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് ഫേസ് ടു ഫേസ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കൊന്നും അവിടെ സ്ഥാനമുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്കത് തെറ്റിദ്ധാരണകളും തെറ്റായ വ്യാഖ്യാനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂവർക്കും അതുപോലെ തന്നെ റെസ്പോണ്ടൻസിനും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ദെൻ അഞ്ചാമത്തെ ഗുണമായിട്ട്, മെറിറ്റായിട്ട് നമ്മളിവിടെ പറയുന്നത്, ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഈ പ്രതികരണം നിരീക്ഷിക്കുമ്പോൾ, അതായത് വിവരദാതാവിൻ്റെ പ്രതികരണം നിരീക്ഷിക്കുമ്പോൾ അധിക വിവരങ്ങൾ ഇന്റർവ്യൂവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ റിസർച്ചർക്ക് സാധിക്കും ഈ റെസ്പോണ്ടൻസിൻ്റെ പ്രതികരണത്തിൽ നിന്ന്. പ്രതികരണം അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും. അപ്പം വാച്ചിങ് ദ റിയാക്ഷൻസ് ഓഫ് ദ റെസ്പോണ്ടൻസ്
the interviewer can collect supplementary details. വിവരദാതാവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ, അധിക വിവരങ്ങൾ ഇൻ്റർവ്യൂവിന് സമാഹരിക്കുവാൻ സാധിക്കും. ഇതാണ് പേഴ്സണൽ ഇൻ്റർവ്യൂയുടെ പ്രധാനപ്പെട്ട മെറിറ്റ്സ്. പേഴ്സണൽ കോണ്ടാക്ട് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ റെസ്പോണ്ടൻസ് ആൻഡ് ദ ഇൻ്റർവ്യൂവർ. ഇൻ്റർവ്യൂവറും അതുപോലെ റെസ്പോണ്ടൻറ്റ് വിവരദാതാവും തമ്മിൽ ഒരു വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നു. സെക്കൻഡ് വൺ, ദ ഇൻ്റർവ്യൂവർ ക്യാൻ ആൻസർ എനി ക്യൂറി ഓഫ് ദ റെസ്പോണ്ടൻസ്. വിവരദാതാവിൻ്റെ എല്ലാ തരത്തിലുള്ള സംശയങ്ങളും ദൂരീകരിക്കുവാൻ സാധിക്കും. തേർഡ് വൺ, ദ ഇൻ്റർവ്യൂവർ ക്യാൻ ആസ്ക് ദ റെസ്പോണ്ടൻസ് ടു എക്സ്പാൻഡ് ഓൺ ആൻസേഴ്സ് ദാറ്റ് ആർ പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ്. ചില ചോദ്യങ്ങൾക്ക് വിശദമായ ഉത്തരം ആവശ്യമാവും. അത്തരം ഘട്ടങ്ങളിൽ ഇൻ്റർവ്യൂവർക്ക് വിവരദാതാവിനോട് കുറച്ചുകൂടി വിശദമാക്കി ഉത്തരം നൽകുവാൻ ആവശ്യപ്പെടാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇൻ്റർവ്യൂവറിനുണ്ടാവും. ദെൻ ഫോർത്ത് വൺ ഈസ് മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻസ് ക്യാൻ ബി അവോയ്ഡഡ്. തെറ്റിദ്ധാരണകളും തെറ്റായ വ്യാഖ്യാനങ്ങളും രണ്ടു കൂട്ടർക്കും, ഇൻ്റർവ്യൂവറിനും അതുപോലെ തന്നെ റെസ്പോണ്ടൻസിനും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. Then fifth one, watching the reactions of the respondents, the interviewer can collect supplementary details. അധിക വിവരങ്ങൾ സമാഹരിക്കുവാൻ സാധിക്കും ഇൻ്റർവ്യൂവറിന്. ഈ വിവരദാതാവിൻ്റെ ഉത്തരങ്ങൾ നൽകുമ്പോഴുള്ള ആ പ്രതികരണം നിരീക്ഷിക്കുമ്പോൾ അധിക വിവരങ്ങൾ സമാഹരിക്കാൻ സാധിക്കും. So these are the important merits of personal interview. Now we are going to discuss about what are the demerits of personal interview. പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 ദോഷങ്ങളാണ് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് പറയാറുള്ളത്. അതിലൊന്നാമത്തത്, ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് നീഡ്സ് എ ഗ്രേറ്റ് സ്കിൽ. നല്ലൊരു സ്കില്ലുള്ള ആൾക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തി വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദർ ഇസ് എ നീഡ് ഓഫ് എ ട്രെയിൻഡ് പേഴ്സണൽ ടു കണ്ടക്ട് ദിസ് ഇൻ്റർവ്യൂ. നല്ല പരിശീലനം സിദ്ധിച്ച ആളുകൾക്ക് മാത്രമാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ദിസ് ഈസ് വെരി എക്സ്പെൻസീവ്, വളരെ ചെലവേറിയതാണ്. കാരണം ഇൻ്റർവ്യൂവർക്ക് കൃത്യമായ പരിശീലനം കൊടുക്കാതെ ഇൻ്റർവ്യൂ വിജയിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഈസ് എക്സ്പെൻസീവ്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഒരുപാട് ചെലവ് ആവശ്യമുള്ള ഒരു മെത്തേഡാണ് conducting personal interview. Okay. Then second demerit ആയിട്ട് പറയുന്നത്, this personal interview requires long time. ഒരുപാട് സമയം വേണം നമുക്ക് ഈ പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തി വിവരങ്ങൾ ശേഖരിക്കാൻ. അതുകൊണ്ട് നെക്സ്റ്റ് ഒരു ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത്, requires longer time, or we can say this is time consuming. ആണ്, സമയം ഒരുപാട് ആവശ്യമുള്ള ഒരു മെത്തേഡാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ. മൂന്നാമത്തെ ഒരു ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത്, ഒരു ഇൻ്റർവ്യൂവറുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് തൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ വിവരങ്ങൾ പലപ്പോഴും വിവരദാതാവ് നൽകാൻ മടിക്കും. അതായത് പ്രസൻസ് ഓഫ് റിസർച്ചേഴ്സ് or interviewer, presence of researchers may inhibit the respondents to say what they really think. പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കും. തൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ വിവരങ്ങൾ പലപ്പോഴും പങ്കുവയ്ക്കുവാൻ റെസ്പോണ്ടൻസും മടിക്കും. കാരണം ഇൻ്റർവ്യൂവറുടെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ, നേരിട്ട് പറയാൻ മടിക്കും. So these are the three important demerits of personal interview.
One is it is expensive. Second one, it requires longer time, or the personal interview is very much time consuming. And the third one, presence of researchers may inhibit the respondents to say what they really think. These are the three important demerits of personal interview. So next we are discussing about the mailing questionnaire. തപാൽ മുഖേന വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. What is this mailing questionnaire? In this method, the questionnaire is sent to each individual by mail with a request to complete and return it by a given date. ഒരു നിശ്ചിത തീയതിക്കകം പൂരിപ്പിച്ച് തിരിച്ചയക്കണമെന്ന അപേക്ഷയോടുകൂടി ചോദ്യാവലി വിവരദാതാക്കൾക്ക് അയച്ചു കൊടുത്ത് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണിത്. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റ. ഇവിടെ ചെയ്യുന്നത് എന്താണ്? സെൻഡിങ് questionnaire to each individual by mail. ചോദ്യാവലി തപാൽ മുഖേന അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് അത് പൂരിപ്പിച്ച് ഒരു നിശ്ചിത തീയതിക്കകം തിരിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. സോ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെറിറ്റ്സ് ഓഫ് ദിസ് ക്വസ്റ്റനെയർ? നമുക്ക് ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്ന് ചർച്ച ചെയ്യാം. എന്താണ് പ്രധാനപ്പെട്ട മെറിറ്റ്? ഒന്നാമത്തെ മെറിറ്റ്, ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. വളരെ ചെലവ് കുറഞ്ഞ ഒരു മെത്തേഡാണ് മെയിലിംഗ് ക്വസ്റ്റനെയർ. പേഴ്സണൽ ഇൻ്റർവ്യൂവിനെ അപേക്ഷിച്ച് വളരെ ചെലവ് കുറഞ്ഞ ഒരു മെത്തേഡാണ് തപാൽ മുഖേന ചോദ്യാവലി അയച്ചു കൊടുത്ത് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. And the second benefit is it allows the researchers to have access to people in remote areas. നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയാത്ത വ്യക്തികളിൽ നിന്ന് പോലും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. Allows the researchers to have access to people in remote areas. എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ the third one is it permits the respondents to take sufficient time to answer the questions. വിവരദാതാവിന് കൂടുതൽ സമയമെടുത്ത് ചിന്തിച്ച് ഉത്തരം നൽകുവാൻ സാധിക്കും ഈ മെത്തേഡിലൂടെ. ഇറ്റ് പെർമിറ്റ്സ് റെസ്പോണ്ടൻസ് ടു ടേക്ക് sufficient time to answer questions. സമയമെടുത്ത് ഉത്തരം നൽകാൻ സാധിക്കും. കാരണം തപാൽ മുഖേന ലഭിക്കുന്ന ചോദ്യാവലിയാണ്. ഒരു നിശ്ചിത സമയമുണ്ടാവും എന്നാണ് നമ്മൾ തിരിച്ചേൽപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് സമയമെടുത്ത് മാത്രം എന്ത് നൽകിയാൽ മതി? ഉത്തരം നൽകിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മെയിലിംഗ് ക്വസ്റ്റനെയർ റെസ്പോണ്ടൻസ് നൽകുന്നുണ്ട്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് the interviewer cannot influence respondents. ഇന്റർവ്യൂവർക്ക്, അതായത് വിവരദാതാവിനെ സ്വാധീനിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ഇന്റർവ്യൂവറും റെസ്പോണ്ടൻസും നേരിട്ട് കാണുന്നില്ല. ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ തമ്മിൽ നേരിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഇന്റർവ്യൂവർക്ക് റെസ്പോണ്ടന്റിനെ സ്വാധീനിക്കാൻ കഴിയില്ല. സോ ദീസ് ആർ ദ important merits of mailing questionnaire. It is less expensive. It allows the researchers to have access to people in remote areas. Third one, it permits respondents to take sufficient time to answer questions. And fourth one, the interviewer cannot influence the respondents. So next we are going to discuss about the demerits of mailing questionnaire. So what are the demerits of mailing questionnaire? ഒന്നാമത്തെ ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത്
Misunderstanding of questions. Misunderstanding of questions. ചോദ്യാവലി നമ്മൾ അയച്ചു കൊടുക്കുകയാണല്ലോ മെയിലിംഗ് ക്വസ്റ്റ്യനെയറിൽ. അപ്പോൾ ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം അവ്യക്തമാണെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാവുകയും അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളിലും അത് തെറ്റായ ഉത്തരം ലഭിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ പോസിബിലിറ്റി ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്വസ്റ്റ്യൻസിന് സാധ്യതയുണ്ട് മെയിലിംഗ് ക്വസ്റ്റ്യനെയറിൽ. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഡിഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ലോ റെസ്പോൺസ് റേറ്റ് ആണ്. ലോ റെസ്പോൺസ് റേറ്റ്. നമ്മൾ പല ഘട്ടങ്ങളിലും പ്രതികരണ നിരക്ക് കുറയും. അതായത് വിവരദാതാവിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ചിലപ്പോൾ നിശ്ചിത തീയതിക്ക് നമുക്ക് ലഭിക്കില്ല, ചിലപ്പോൾ ഭാഗികമായിട്ട് മാത്രമേ ഉത്തരങ്ങൾ ലഭിക്കുകയുള്ളൂ. മാത്രമല്ല ചില ഘട്ടങ്ങളിൽ ചോദ്യാവലി നഷ്ടപ്പെടാൻ തന്നെ കാരണമാവുകയും പോസ്റ്റ് ചെയ്യുകയാണല്ലോ, മെയിൽ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇങ്ങനത്തിലുള്ള റെസ്പോൺസ് റേറ്റ്സ് വളരെ കുറവായിരിക്കും. എല്ലാവരിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ മെയിലിംഗ് ക്വസ്റ്റ്യനെയർക്കുണ്ട്. These are the two defects of mailing questionnaire. One is the possibility of misunderstanding of questions, and next one is the low response rates. So next we are going to discuss about telephone interview. Telephone അഭിമുഖത്തിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. So what do you mean by this telephone interview? In the case of telephone interview, the investigator asks questions over the telephone. ചോദ്യകർത്താവ് അഥവാ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ടെലിഫോൺ മുഖാന്തരം ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് telephone interview. So the interviewer or the investigator asks questions over telephone. Now we are going to discuss about the merits of this telephone interview. എന്തൊക്കെയായിരിക്കും ഇതിന്റെ merits? What are the merits of telephone interview? ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ it is less expensive. വ്യക്തിഗത അഭിമുഖവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് പേഴ്സണൽ ഇന്റർവ്യൂമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ ചെലവിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെലിഫോൺ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. Then what is the second benefit of the telephone interview? It can be conducted in a very shorter time. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ടെലിഫോൺ ഇന്റർവ്യൂ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ എ ഷോർട്ടർ ടൈം. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ടെലിഫോൺ ഇന്റർവ്യൂ നടത്താൻ സാധിക്കും. മെയിലിംഗ് ക്വസ്റ്റ്യനുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ടെലിഫോൺ ഇന്റർവ്യൂ നടത്താൻ സാധിക്കും. ദെൻ തേർഡ് വൺ ഈസ് വിവരദാതാക്കളെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. ഈ ടെലിഫോൺ ഇന്റർവ്യൂ എങ്ങനെയാണ് സഹായിക്കാൻ സാധിക്കുക? ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങളിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാൻ കഴിയും. സോ വി ക്യാൻ അസിസ്റ്റ് the respondents in clearing doubts in the questions. ചോദ്യങ്ങളിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കും. സോ വിവരദാതാവിനെ നമുക്ക് ഈ കാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് മെറിറ്റ്സ് ഓഫ് ടെലിഫോൺ ഇന്റർവ്യൂ. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. ഇറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ എ ഷോർട്ടർ ടൈം. ആൻഡ് തേർഡ് വൺ, we can assess the respondents in clearing doubts in the questions. So that's all about the merits. Now we are going to discuss about the demerits of the telephone interview. So what are the important demerits of the telephone interview? The first one is we cannot collect information from individuals who does not own telephone. ടെലിഫോൺ ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരിക്കലും വിവരങ്ങൾ ശേഖരിക്കാൻ സാധ്യമല്ല. സോ we cannot collect information from individuals who does not own telephones. ടെലിഫോൺ സൗകര്യം ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധ്യമല്ല. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഡിഫക്റ്റ് ഓഫ് ടെലിഫോൺ ഇന്റർവ്യൂ. രണ്ടാമത്തേത്
രണ്ടാമത്തെ ഒരു ഡിഫക്റ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് we cannot observe the reactions of the respondents. ഇപ്പോൾ ടെലിഫോൺ ഇന്റർവ്യൂവിൽ നമ്മൾ ഈ വിവരദാതാവിനെ നമ്മൾ നേരിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതികരണം നിരീക്ഷിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പം നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, അധിക വിവരങ്ങൾ പോലും നമുക്ക് ചിലപ്പോൾ ഈ റെസ്പോണ്ടൻസിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് ടെലിഫോൺ ഇന്റർവ്യൂവിൽ ഇല്ല. കാരണം ടെലിഫോൺ ഇന്റർവ്യൂ ടെലിഫോൺ മുഖാന്തരമായതുകൊണ്ട് വ്യക്തിയെ നേരിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റവും പ്രതികരണവും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. അത് ഒരു വലിയ ന്യൂനതയാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് demerits of telephone interview. One is we cannot collect information from individuals who does not on telephones. Second one, we cannot observe the reactions of the respondents. So that's all about the demerits of telephone interview. So ഇതോടുകൂടി നമ്മുടെ ways of data collection discussion അവസാനിച്ചിരിക്കുന്നു. There are 3 ways or mode of data collection. We can collect data through personal interview, by mailing questionnaire, and through telephone interview. Now we are going to discuss about different types of surveys. വിവിധ തരത്തിലുള്ള സർവേസിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സർവേസ് പ്രധാനമായിട്ടും 3 എണ്ണമുണ്ട്. So there are 3 types of surveys. First one is pilot survey, then census survey, and sample survey. ഈ 3 ടൈപ്സ് ഓഫ് സർവേസിനെ കുറിച്ചാണ് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. സോ ദീസ് വിൽ ബി ഡു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ടിൽ ദെൻ, ഗുഡ് ബൈ.